ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു പലഹാരമായ പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളകും 2 വെളുത്തുള്ളി 5-6 കഷ്ണം ചെറിയ ഉള്ളിയും ഇതെല്ലാം ഇട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കുന്നതിനുള്ള പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക് എന്നിവയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയൊന്നും എടുക്കണ്ട, അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിന്, ഇടിയപ്പത്തിന്, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. എന്നിട്ട് ഒരു പത്തിരി പ്രസ് അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയാലും മതി. ഞാനിവിടെ പത്തിരി പ്രസ്സാണ് എടുത്തിരിക്കുന്നത്. പത്തിരി പ്രസ്സിൽ വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിന്നിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഈ അടപ്പ് വെച്ച് നമുക്കിതിന് റൗണ്ടിൽ ഷേപ്പ് ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഞാനിതെല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പത്തിരി ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. എന്നാലാണ് ഈ പത്തിരിയുടെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബീഫ് കറിയുടെ കൂടെയാണ് ഈ പൊരിച്ച പത്തിരി കഴിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.